പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന പോഡ്കാസ്റ്റ്. ഓരോ ഫാന്റസിക്കും ഞങ്ങൾ ഓരോ റേറ്റ് ഫിക്സ് ചെയ്യും. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇത് ചെയ്താൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സ് ഉണ്ടാവാറുണ്ട്, സെലിബ്രിറ്റീസ് അടക്കം നിങ്ങളെ കോൾ ചെയ്യാറുണ്ട് എന്നുള്ളത്. കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട് സെലിബ്രിറ്റീസ് എൻകൗണ്ടേഴ്സ്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തു നിന്നും വിളിക്കാറുണ്ട്, പോവാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു ക്യാമറമാൻ പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു അസിസ്റ്റന്റ് പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു മേക്കപ്പ് മാൻ പോലെ, അങ്ങനെയൊക്കെയാണ് അവർ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്. എങ്ങനെ സെലിബ്രിറ്റീസ് നിങ്ങളെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കൂടുതലും എൻക്വയറീസ് വരുന്നത് ഏത് പ്രായത്തിലുള്ള ആൾക്കാരെ കൂടുതലും വരാറ്? 40 മേളിലാണ് അധികം. ചിലടത്ത് ഹസ്ബൻഡിന് പറ്റില്ലാത്തവർ അവര് പറയും, ഇങ്ങനെ ഹസ്ബൻഡിന് ഇങ്ങനെ പറ്റുന്നില്ല, നിങ്ങൾ വരാമോ എന്ന് ചോദിക്കും. ചില സമയത്ത് ഫാമിലി ആയിട്ട് വിളിക്കും. ചില ഗ്രൂപ്പ് അവരെന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നീ ഞങ്ങളുടെ കൂടെ. എൻക്വയറീസ് കുറെ അധികം വരുന്നത് അങ്ങനെയാണ്. ഫാമിലീസാണ് കൂടുതൽ വിളിക്കാറുള്ളത്. അതായത് മിഡിൽ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു 15,000 ഒരു 20-22 അങ്ങനെയൊക്കെ. കുറച്ച് റിച്ചഡ് ഒക്കെ ആണെങ്കിൽ 25 to 50. സെക്സ് ചെയ്ത് മടുക്കില്ലേ? മറ്റുള്ളവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്ക് എന്റെ ലൈഫ് ഫുള്ളും മോശം ദിവസമാണ്. എൻ്റെ പൊന്നു മക്കളെ, നമ്മളെ നാടെങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തൊരു കഷ്ടമാണ്. മനുഷ്യർ മൃഗതുല്യരാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഞാൻ പറയുന്നുള്ളൂ. അതായത് ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരിതാണ്. അതായത് ഇതിലൊരു റാക്കറ്റാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ ആൾക്കാരാ ഇങ്ങനെയും സംഭവം നടക്കുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്, അല്ലാതെ വേറെയൊന്നുമല്ല. ഇതൊന്നും നമ്മൾ കണ്ടിട്ട് എല്ലാ സ്ത്രീകളും ഇതേപോലെയാണ്, എല്ലാ കുടുംബങ്ങളും ഇതേപോലെയാണെന്നൊന്നും കരുതരുത് കേട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പലതും നടക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. വലിയ വലിയ ടീമുകൾ ബിസിനസ് പഠിക്കാൻ വേണ്ടിയിട്ട് വരെ പലതും നടത്തുന്നുണ്ട്, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞൊരു ട്രിക്കാണ്, ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നടന്നാലും അതൊരു പ്രശ്നമല്ല, അതൊരു സ്വയം തൊഴിലാണ് എന്നുള്ള രീതിയിൽ ഈ പഹയൻ പറയുന്നത്. ഈ പഹയൻ പറയുകയാണ്, എന്നെ കൂടുതലും വിളിക്കുന്നത് ഫാമിലികളാണ്. അതായത് നടുക്ക് കിടന്നിട്ട് എനിക്കിങ്ങനെ ഞെരിവിരി കൊള്ളാൻ വേണ്ടിയിട്ട് എന്നെ അവർ കൂടുതലായിട്ടും വിളിക്കുന്നത്. എന്തൊരു ദുരന്താണെന്നോ ഇവൻ, അതാന്ന് ഞാൻ ആലോചിക്കുക. എന്തൊരു ദുരന്താണ്. അനിയാ നീ പോകുന്നുണ്ടെങ്കിൽ പോയിക്ക്, എന്തിനാണോ ഇങ്ങനെ വന്നിട്ട് പബ്ലിക്കായിട്ട് തുറന്നു പറയുന്നത്? നിന്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും സഹോദരിമാരെയൊക്കെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കെ. ഇനി അവറ്റകൾക്ക് ഒരെണ്ണത്തിന് പോലും പുറത്തിറങ്ങാൻ കഴിയോടോ? നീ വിചാരിക്കുന്നത് നിന്നെ ആർക്കും കണ്ടാൽ മനസ്സിലാവില്ല എന്ന്. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് നാളെയോ മറ്റന്നാളോ പറഞ്ഞില്ല, നീ പറയും ഞാനാണേന്ന് പറയുകയാണെന്ന്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ഒരു കാര്യം പറയുന്നവർക്ക്, അതായത് ഇതെന്താണ് ഇവർ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ട്? അപ്പൊ ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ അതൊന്നും ഒരു കുഴപ്പമില്ല എന്നാണോ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്? ഏതായാലും ബാക്കിയും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എന്റെ ലൈഫിലാണ് അങ്ങനെ. എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അവര് കുറച്ച് കാശ് ഉണ്ടാക്കുന്നു, എന്നിട്ട് ഒരു ബിസിനസ് സെറ്റ് ചെയ്യുന്നു, ഇതിനെ വിട്ടുകൊണ്ട് പോകുന്നതാണ്. അങ്ങനെ വീഡിയോസ് തരും. ഈ വീഡിയോ വന്നിട്ട് കുറെ വെബ്സൈറ്റിലേക്ക് ഞങ്ങളെ ഇട്ട് അതിൽ വരുന്ന പേയ്മെന്റ് ആണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പേയ്മെന്റ് എങ്ങനെയാ വരുന്നത്? പെർ മന്ത് 50,000 നിന്ന് 1 lakh വരെ. എന്റെ അറിവിൽ കേരളത്തിൽ കുറെ പേരുണ്ട്, പക്ഷെ ആരും മുഖം കാണിക്കാറില്ല. ഞാൻ പഠിച്ചിട്ടുള്ളത് കാശുണ്ടെങ്കിൽ കൂടെ 4 പേരുണ്ടാവും, പ്രശ്നമില്ല എന്നുള്ളതാണ് എന്റെ ലൈഫിൽ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിലായിരുന്നു കുറച്ച് ദിവസം. അപ്പോ അവരുടെ വീടും അവരുടെ പ്രോപ്പർട്ടി. ആ ഫ്രണ്ട്സിന്റെ തന്തയും തള്ളിയും സൂക്ഷിച്ചോ? ഉള്ള കാര്യം എന്താ പറയുന്നത്? ഇനി ഫ്രണ്ട്സും സൂക്ഷിച്ചോ? ഉള്ള കാര്യം എന്താ പറയുക? ഇവനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ കയറ്റി താമസിച്ചിട്ടുണ്ടെങ്കിൽ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ. ഈ നല്ല ആളെന്നെ ഫ്രണ്ട്സായിട്ട് കൊണ്ട് നടക്കാൻ പറ്റിയ ഒരാള് കൊച്ചി ഫിനാൻസിൽ നിന്ന് എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പൊ അവരെ സേവ് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്ത ഓപ്ഷൻ ഇതായിരുന്നു. ഒരു മാസം ഏകദേശം, അതായത് ഫ്രണ്ട്സ് എന്നെ സഹായിച്ചിട്ടുണ്ട്, അവരെ പ്രോപ്പർട്ടിയൊക്കെ വെച്ചിട്ട്. അതുകൊണ്ട് അവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ത്യാഗമാണ് ഇതെന്നാണ് ഈ പഹയൻ പറയുന്നത്. വേറെ ഒന്നുമല്ല. അതായത് ഇവനെന്ന് പറഞ്ഞാൽ കാശും കിട്ടും, മറ്റേതും കിട്ടും. അത് തന്നെയാണ് ഇവനെ പോലുള്ളവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു തേങ്ങാക്കൊരിയല്ല. പിന്നെ വേറൊരു കാര്യം, ഇവനൊരു ജിമ്മറാന്ന് ഇവനെ കണ്ടാൽ അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇവൻ്റെ ജിമ്മിൽ പോകുന്ന സ്ത്രീകൾ വളരെയധികം സൂക്ഷിച്ചോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവൻ ജിമ്മറാണ്, അത് കണ്ടാൽ നമുക്കറിയാൻ പറ്റുവാണെന്ന്. അപ്പോൾ ബാക്കിയും കൂടി അവൻ പറയുന്ന ഫഹീൻ എന്താ പറയുന്ന നോക്കാല്ലേ. ഏതായാലും അവൻ്റെ ഒരു ഭാഗ്യേ ഈടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ അടിക്കാൻ, കല്യാണം കഴിക്കാൻ വരെ പെണ്ണ് കിട്ടാനില്ല. എന്നേരാത് ഇവൻ പറയുന്നത് എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് എനിക്ക് ഇപ്പം 25,000 30,000 തരാറുണ്ട് എന്ന്. അയ്യോ, എന്തിനാടെ വെറുതെ പഠിക്കാൻ പോയി, നീ ജോലിക്കങ്ങാറ്റം പോയാൽ പോരെ. എന്നാൽ എത്ര വരെ ഏൺ ചെയ്യാൻ പറ്റുന്നത്? ഒരു 2 lakhs വരെ കിട്ടും. ഈ 2 lakhs ഏർണിങ്സ് കൊണ്ട് ലൈഫ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ?
I mean, emotionally. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റിയും റെസ്പെക്റ്റും ഉണ്ട് എന്ന് പറയുന്നത് പോലെ ആ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും അതേ റെസ്പെക്റ്റും അതേ ഡിഗ്നിറ്റിയും ആവശ്യമുണ്ട്. അതൊരു ബോൺ ആക്ടർ ആണെന്നുണ്ടെങ്കിലും ഒരു ഏത് തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് നിന്റെ പൊന്നു ചങ്ങായി നീ പറയുന്നത് പോൺ ആക്ടർ, അങ്ങനെ ഒരു ആക്ടർ ഉണ്ടാ? എടോ സുഖം പിടിക്കുന്ന പഴയ KV തന്നെ അതേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തൊന്നും വലിയ ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. അത് നമ്മളെ KV ആന്ന്. അല്ലാതെ എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും ഇതിൻ്റെ ആളൊന്നുമല്ല. ഇപ്പൊ ഈ ഭയം പറയുന്നത് പോലെ എന്താ വെച്ചാൽ അതിനെല്ലാം റെസ്പെക്ട് ഒരു ഇതുമില്ല. ഒരു തേങ്ങാക്കലയും കൊടുക്കരുതെന്നേ ഞാൻ പറയുള്ളായിരുന്നു ഇങ്ങനെയുള്ള ടീമുകൾക്ക്. എന്തൊലക്കാണ് ഇവന്മാർക്ക് തേങ്ങാക്കൊല കൊടുക്കുന്നത്? അതായത് ഇവന്മാർ രോഗം പരത്തും, അങ്ങനെയുള്ള ടീമുകളാണ് ഇവര്. അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവന്മാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സ്നേഹ പരിചരണം. ഇപ്പോഴും ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇവന്റെ അടുത്ത് പോന്ന, അതായത് ഇവൻ ജിമ്മർ ട്രെയിനർ ആണെങ്കിൽ ഇവന്റെ അടുത്ത് പോകുന്ന സ്ത്രീകളെല്ലാം നാറാമടി പോവുകയാണ്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? അപ്പൊ അടുത്ത് നമുക്ക് നോക്കാം. ഇങ്ങനെ കെട്ടുപോയിക്കൊണ്ടിരിക്കുന്നല്ലോ. മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായി വി ആർ ഫീച്ചറിംഗ് a male prostitute എന്ന പോഡ്കാസ്റ്റ്. ഹായ് യു ഗൈസ് വാച്ചിങ് പോർട്രേയൽസ് ബൈ ഗദ്ദാഫി. ഈ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ഒരു അലർട്ട് പറയുകയാണ്. ഇതിൽ പരാമർശിക്കുന്ന ആളുടെ ജീവിതം അതൊരു കഥയായി അയാളുടെ ജീവിതമായിട്ട് തന്നെ എടുക്കുകയും അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവാനോ മോട്ടിവേറ്റ് ആവാനോ പാടില്ല എന്നുള്ള ഒരു അഭ്യർത്ഥന ആദ്യമേ പറയുകയാണ്. ഗദ്ദാഫിക്ക് തെറ്റുപറ്റിയ നാളെ ഇനിയിപ്പോഴും പല ചെറുപ്പക്കാരും ചെയ്യുന്ന പരിപാടി ഇത് തന്നെയായിരിക്കും. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? കാരണം ഇതിൻ്റെ അകത്ത് മോട്ടീവല്ല. 10-25,000 കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 25,000 ഉറുപ്പ്യ സുഖവും കിട്ടുന്നു. പിന്നെ എന്തിനാണെന്നോ വേറെ പണിക്ക് അന്വേഷിച്ച് പോകുന്നത്? നീ ഒന്ന് പറയാറുന്ന്. അതുകൊണ്ട് തന്നെ നാളെ എല്ലാ ചെറുപ്പക്കാരും ഇവന്റെ പുറകെ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വെബ്സൈറ്റിലേക്ക് കയറി കൂടാനുള്ള തത്രപ്പാടിലായിരിക്കും ഇവരെല്ലാം. ഇവിടെ സമൂഹം നശിക്കാൻ പോവുകയാണ്. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നന്നാവൊന്നും ചെയ്യില്ല. അതുകൊണ്ട് ഗദ്ദാഫിക്ക് എപ്പോഴും അഹങ്കരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഞാനാണ് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവന്നത് എന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടാക്കാം. കുറച്ച് സെക്യൂരിറ്റി റീസൺസ് ഉള്ളത് കൊണ്ടും കുറച്ച് പ്രൈവസി റീസൺസ് ഉള്ളതുകൊണ്ടും ഞങ്ങൾ നിങ്ങളുടെ പേര് പരാമർശിക്കുന്നില്ല, ഞങ്ങൾ നിങ്ങളുടെ മുഖം റിവീൽ ചെയ്യുന്നില്ല. ഓക്കെ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് എനിക്കറിയാം. അതായത് കുറച്ചെങ്കിലും ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ കുറച്ചെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ ഇത് ഇച്ചിരി ധൈര്യമുള്ളവനെ കൊണ്ടുവന്നിട്ട് പറയിക്കണമായിരുന്നു. അതായത് മുഖമൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ ഞാനാണ് ചെയ്യാറെന്ന് ആണത്തത്തോടു കൂടി പറയുന്നവനായിരിക്കണേനും. അല്ലാതെ മുഖവും മറച്ചു കെട്ടിയിട്ട് ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എങ്ങനെയാണോ നമ്മൾ മനസ്സിലാവുക? എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ ഇത് പക്ക അഭിനയം തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഒന്നുകിൽ ഇത് അഭിനയമാണ്, അല്ലെങ്കിൽ ഇവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ സുഖത്തിന് വേണ്ടി പോകുന്ന ഒരു ചങ്ങാതിയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നും വേണ്ട ഗദ്ദാഫിയെ. കേരളം പോലുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ കഥ കേട്ടിട്ടുണ്ട്. അവരുടെ ലൈഫ് പല മാധ്യമങ്ങളിലൂടെ പല മീഡിയത്തിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ലൈഫ് എങ്ങനെയാ നിങ്ങളെ പോലുള്ള ആൾക്കാർ ഇവിടെ കേരളത്തിൽ വളരെ സജീവമാണോ? എങ്ങനെയാ ഒരു ജിഗോളുടെ ലൈഫ് ഇവിടെ? അത് കേരളത്തിൽ മാത്രമല്ല, ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. തമിഴ്നാട്, ബാംഗ്ലൂർ, മുംബൈ, സ്പെഷ്യലി കേരളം അങ്ങനെയൊന്നുമില്ല. എല്ലാ സ്ഥലത്തും എല്ലാവരും വിളിക്കാറുണ്ട്. വിളിക്കുന്ന സ്ഥലത്തൊക്കെ പോകും, എല്ലാവരെയും കാണും. അവരെന്തൊക്കെ പറയുന്നു അവരുടെ ഇഷ്ടത്തിന്. അതായത് ഇപ്പോ നോർമലി എല്ലാവർക്കും ഫീലിങ്സ് ഉള്ളതാണ്. അതുകൊണ്ട് അവരുടെ ഫീലിങ്സ് ഒക്കെ കുറെ അനുഭവം ഉണ്ട് ഞങ്ങൾക്ക്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ വ്യക്തിനെ കാണുമ്പോഴും. അതായത് ഞങ്ങൾക്ക് ഒരു കുറെ അനുഭവം ഉണ്ട്. അതായത് ഇതെന്താ കമ്പനിയാ ഫീലിങ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇവന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യം ചെയ്യലാന്ന്. ഇതൊക്കെ ഒരു മുതലെടുപ്പാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തെ വഴിതെറ്റിക്കാൻ, അല്ലാണ്ട് നേർവഴിക്കൊന്നും വരില്ല ഇത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അറിഞ്ഞാൽ നാളെ എല്ലാവരും പോയിട്ട് ഇവന്മാരുടെ ഇതിനകത്തേക്ക് കയറും. അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ വരും, കുറെ എണ്ണം അങ്ങനെയും വരും എന്നാണ് ഇവന്മാരുടെ വിചാരം. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ എല്ലാ സ്ത്രീകളെയൊന്നും അങ്ങനെ അളന്നേക്കല്ലേ. ഉള്ള കാര്യം ഞാൻ പറയാം. പുറം ലോകത്ത് അവരൊരു എന്താ പറയാൻ വേണ്ടി ഒരു പുറത്ത് അവരുടെ ലൈഫ് ഒരുമാതിരിയാണ്. പക്ഷെ ഒരു ബെഡ്റൂമിനകത്ത് പോകുമ്പോൾ അവരുടെ സ്വഭാവം, അവരുടെ ക്യാരക്ടറും അത് വേറെ ഒരു രീതിയാണ്. ഓക്കെ, നമുക്കൊക്കെ അറിയാത്ത വളരെയധികം സ്വകാര്യ ജീവിതത്തിൽ അവർ ഈ പറയുന്ന പോലെ അവരുടെ സെക്ഷൽ ഫാന്റസീസ് ഒക്കെ നിങ്ങൾ റിവീൽ ചെയ്യാറുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്യാൻ കാരണം? അതായത് ഇതൊരു ലൈഫിന്റെ ഭാഗമായിട്ട് ഒരു ചോയ്സ് ആയിരുന്നോ, അതല്ലെങ്കിൽ ലൈഫ് സിറ്റുവേഷൻ കൊണ്ട് എത്തിച്ചതാണോ ഇങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക്? എന്താ പറയാ? ഇല്ല, എനിക്കൊരു
എന്റെ ഒരു ലൈഫിന്റെ സാഹചര്യം സിറ്റുവേഷൻ കൊണ്ട് ഞാൻ പിന്നീട് ഇതിനെ ചൂസ് ചെയ്തതാണ്. സ്റ്റാർട്ടിങ്ങിൽ ഇതിനെ ചൂസ് ചെയ്തില്ല. കുറെ ഓഫർ എനിക്ക് ഉണ്ടായിരുന്നു. ഇതിൽ വരുന്നു, ചെയ്യുന്നു, നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടും, അങ്ങനെയൊക്കെ കുറച്ച് പേര് പറഞ്ഞിരുന്നു. അപ്പൊ ഞാനിത് ചൂസ് ചെയ്തില്ല. പിന്നീട് ആരാന്ന് ഇതിന്റെ ആള് എന്ന് എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റുമോ? നിനക്ക് ഈ പേയ്മെന്റ് തരാം എന്ന് പറയുന്ന ആളാണെന്ന് മനസ്സിലാക്കി തരാം. ഒന്ന് പോടാ പറഞ്ഞു. ഇവന് ഇവിടുന്നാണ് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ തരികിടയും നടക്കുന്നുണ്ട് കൊച്ചിയിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു തരികിടയാണ് ഈ ഒരു തരികിട. കാരണം ഇതിന് പോകുന്നവന്മാർ ഉണ്ടാകാം, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം വിളിച്ചുകൊണ്ട് പോകുന്നവർ ഉണ്ടാകാം. പക്ഷേ ഇതൊരു വലിയൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഇത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റേ രോഗത്തിന്റെ പിടിയിലായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു 2035 ഇതേ പരിപാടിക്ക് പോകുന്നതാണെങ്കിൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇതിന് എന്താ ചെക്ക് ചെയ്തിട്ടാണോ ഇത് കൊണ്ടുവന്നതല്ലോ. അപ്പൊ ഇതിന് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ രോഗത്തിന്റെ പിടിയിലാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ പരമായിട്ട് ഭർത്താക്കന്മാർക്ക് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവന് തന്നെ ഭീഷണിയാണ്. ഏതായാലും ബാക്കി പറയുന്നതും കൂടി കേട്ടിട്ട് വരാം. പിന്നീട് എനിക്ക് എന്റെ ലൈഫ് അതിന്റെ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്തതാണ്. ഇപ്പൊ നമ്മളൊരു ജിഗോളോനെ പറ്റി പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ജഡ്ജ് ചെയ്യാനുള്ള ചാൻസ് കൂടുതല. അതായത് പല ആൾക്കാരും ചിലപ്പോൾ കളിയാക്കാനുള്ള ചാൻസ് ഉണ്ട്, മാറ്റി നിർത്താനുള്ള ചാൻസ് ഉണ്ട്, ഒറ്റപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ പേടി ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു പ്രൊഫഷൻ സെലക്ട്? എനിക്ക് കുറെ സ്ഥലത്ത് തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയുന്ന കുറച്ച് പേര് എന്നെ ഒറ്റപ്പെടുത്തി, നിനക്ക് ആരോടെ ഇവിടെയൊക്കെ വീട് തന്നത്, നിന്നെ ആരെ ഇവിടെ വെച്ച് പൊറപ്പിക്കുന്നത്. ഞാൻ ഒരു വാടക വീട്ടിൽ താമസിച്ചപ്പോ അടുത്തുള്ള 1-2 പേര് അറിയുന്നവരുണ്ടായിരുന്നു. നിനക്ക് ആരെ ഇവിടെ വീട് തന്നത് എന്ന് പറഞ്ഞിട്ട് എന്നെ എന്തിനാണോ വെറുതെ അതായത് എല്ലാവരും പറയുന്നൊരു കാര്യം ഇതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ജീവിത സാഹചര്യമാണ്. എടാ, ഇത്രയും നല്ല മസിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വന്ന് കരയണ. എൻ്റെ ജീവിത സാഹചര്യമാണ് എന്നെ ഇങ്ങനെ എത്തിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുകയാണ്. അതുപോലെ വീട് വാടകയ്ക്ക് തന്നവർ എന്നെ തിരിച്ചറിഞ്ഞു. ആര് തിരിച്ചറിഞ്ഞു എന്നാ പറയുന്നത്? എൻ്റെ പൊന്നു സഹോദര, നിങ്ങൾ വെറുതെ ഇങ്ങനെ ഓളുപിടല്ലേ. അതായത് ഇതൊരു വലിയ ഒരു റാക്കറ്റ് ആക്കാനുള്ള തന്ത്രമാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പോകുന്ന സ്ത്രീകളോടാണ് പറയുന്നത്, നിങ്ങൾ പോകുന്നത് അബദ്ധത്തിലേക്കാണ്. താൽക്കാലികമായ സുഖത്തിന് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഭൂലോക ദുരിതമായിരിക്കുന്നേ ഞാൻ പറയുള്ളൂ. ഏതായാലും ഇവന് സുഖം തന്നെയാണ്. കാരണം ജീവൻ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇവന് അത്യാവശ്യം പൈസയും കിട്ടും, ഇവനുള്ള സുഖവും കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവൻ ഭയങ്കര ഭാഗ്യവാൻ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഇവന്റെ അടുത്ത് പോകുന്ന പെണ്ണുങ്ങളെല്ലാം അനുഭവിക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ നമ്മൾ എന്തു പറയാനാണ്? ഏതായാലും കൊച്ചിയിൽ ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങളും ഇതൊക്കെ നോക്കുമ്പോഴേ ഇതെല്ലാം ഇതിനപ്പുറത്തും നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിയായിട്ട് ഞാൻ വരുന്നില്ല കേട്ടോ. നന്ദി, നമസ്കാരം.